ശരീരം നശിക്കുന്നതാണ്. ഈ നശിക്കുന്ന ശരീരത്തിൽ സന്നിവേശിച്ചിരിക്കുന്ന പ്രതിഭാസങ്ങൾ അല്ലെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് സൂക്ഷ്മ ശരീരം, അങ്ങ് അകക്കാമ്പോൾ അദൃശ്യമാണ്. പിന്നെ സ്ഥൂല ശരീരം, അതാണ് വിസിബിളാണ്. അതിനെ 5 കോശങ്ങളായിട്ട് പഞ്ചകോശാന്തര സ്ഥിതമാണ് ഈ സൂക്ഷ്മ ശരീരം. അതിന് പുറമേ അകത്തോട്ട് കയറി വരുമ്പോഴുള്ള സംഗതിയാണ് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇങ്ങനെ 5 കോശങ്ങൾ പഞ്ചകോശാന്തര സ്ഥിതമാണ് നമ്മുടെ ചൈതന്യം. പിന്നെ ഈ പറഞ്ഞ പഞ്ചകോശാന്തര സ്ഥിതം നമ്മുടെ ഈ ശരിക്കും ആത്മാവെന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം നിലകൊള്ളുന്നത് ഈ 5ാമത്തെ കോശമായിട്ടാണ്. പുറമേ സ്ഥൂല ശരീരമായിരിക്കുന്ന അന്നാദികളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അന്നമയ കോശം. പിന്നെ പ്രാണമയ കോശം, അതാ നേരത്തെ പറഞ്ഞത് പഞ്ചപ്രാണനുകളും ഉപപ്രാണനുകളും. ഇങ്ങനെ പ്രാണ, അപാന, വ്യാന, ഉദാന സമാനന്മാരും നാഗ, കൃകല, കൂർമ്മ, ദേവദത്ത, ധനഞ്ജയന്മാരും 10 പ്രാണനുകളാണ്. പിന്നെ ഉള്ളതാണ് മനോമയ കോശം. അത് സൂക്ഷ്മമാണ്. വിജ്ഞാനം, ബുദ്ധി ഇങ്ങനെയൊക്കെ ഉള്ളത് അവിടെയാണ്, മനോമയ കോശത്തിലുള്ളതാണ്. പിന്നെയുള്ളതാണ് ആനന്ദമയ കോശം. അത് സ്ഥിരമാണ്, സന്ദേഹാത്മകമല്ല. ഇങ്ങനെ ഓരോന്നും ഈ 5 കോശങ്ങൾ വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ശരീരത്തിലെ സന്നിവേശിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിക്ഷേപം ആവരണം, ഈ വിക്ഷേപമാവരണം ഈ 2 ശക്തികളും അതിങ്കേ നുദിച്ചു ഹരിനാരായണായ നമഃ എന്ന് ഹരിനാമകീർത്തനത്തിലുണ്ട്. ഈ വിക്ഷേപം ആവരണം എന്ന് വെച്ചാൽ പ്രപഞ്ച ശക്തിയുടെ ഒരു കവചമാണ്. അതിൽ വിക്ഷേപത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ഘട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ ഘട്ടവിഭാഗങ്ങൾ, അതായത് ഈ പഞ്ചപ്രാണന്, ഉപപ്രാണന്, ഇങ്ങനെയുള്ളതെല്ലാം വിക്ഷേപത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ക്ലിയറായി ക്രോഡീകരിച്ച് പറഞ്ഞാൽ, ശരീരം നശിക്കുന്നതാണ്. ഈ നശിക്കുന്ന ശരീരത്തിൽ സന്നിവേശിച്ചിരിക്കുന്ന പ്രതിഭാസങ്ങൾ അല്ലെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് സൂക്ഷ്മ ശരീരം, അങ്ങ് അകക്കാമ്പോൾ അദൃശ്യമാണ്. പിന്നെ സ്ഥൂല ശരീരം, അതാണ് വിസിബിളാണ്. അതിനെ 5 കോശങ്ങളായിട്ട് പഞ്ചകോശാന്തര സ്ഥിതമാണ് ഈ സൂക്ഷ്മ ശരീരം. അതിന് പുറമേ അകത്തോട്ട് കയറി വരുമ്പോഴുള്ള സംഗതിയാണ് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇങ്ങനെ 5 കോശങ്ങൾ പഞ്ചകോശാന്തര സ്ഥിതമാണ് നമ്മുടെ ചൈതന്യം. പിന്നെയാണ് ആ പ്രാണൻ്റെ സന്നിവേശങ്ങളാണ് പറയുന്നത്. ജീവൻ്റെ ശരീരത്തിൻ്റെ ഇതാണ് പഞ്ചപ്രാണനുകൾ, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇത് എവിടൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതാണ്. അസ്ഥി തുടങ്ങിയിട്ടുള്ളതിൽ മണ്ണ് അല്ലെങ്കിൽ പൃഥ്വി, പിന്നെ ജലം, രക്തം, വിയർപ്പ്, ഉമിനീര്, ശുക്ലം പോലുള്ളതിൽ ഇത് ജലം. പിന്നെ തേജസ് അഗ്നിയംശമാണ്. ദാഹമുണ്ടാക്കൽ, ക്ഷീണമുണ്ടാക്കൽ, വിശപ്പുണ്ടാക്കലൊക്കെ അഗ്നിയുടെ അംശമാണ്. വായു എന്ന് പറയുന്നത് മൂവ്മെൻറ്റ്സിൻ്റെയാണ്, ചലനങ്ങളെല്ലാം, ഇരിക്കൽ, നടക്കൽ, കിടക്കൽ, ഓട്ടം, ഇതൊക്കെ. ആകാശത്തിൻ്റെ അംശം ഫീലിങ്സ് ഉണ്ടാക്കലാണ്. ഈ ശരീരം ഉണ്ടെങ്കിലും നിർവികാരമായിട്ടിരിക്കലല്ലോ, വികാരങ്ങളുണ്ടാകും. ഒന്നിലോ ദേഷ്യം, അല്ലെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ സങ്കടം, വികാരങ്ങളുണ്ടാക്കൽ എപ്പോഴും. അസ്ഥിയുടെ മജ്ജ, അത് ഈ ആകാശത്തിൻ്റെ അംശമാണെന്നും പഠിച്ചിട്ടുണ്ട്. ഇതാണ് ശരീരത്തിൻ്റെ ഏകദേശ ഘടന എന്ന് പറയുന്നത്. ഈ തിരുമേനി പറഞ്ഞ പോലെ ശരീരം സാധാരണ കേൾക്കുന്ന സമയത്ത് ശരീരം എന്ന് പറയുന്നത് അറിവുള്ള ആൾക്കാർ അതിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതിന് കൊടുക്കുന്ന പ്രയോറിറ്റി ഒരു ഈശ്വര ചൈതന്യം കൂടികൊള്ളുന്ന ശരീരം. നമ്മൾക്ക് തന്നെ തിരിച്ചറിയാം, നമ്മൾ തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ നമ്മൾ ഈശ്വരനെ തേടി പോകുന്നു, അലയുന്നു. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ യാതനകളും നമ്മുടെ ആഗ്രഹങ്ങളും നിറവേറ്റാൻ വേണ്ടി ഇപ്പോൾ ചോദിക്കുന്നു. ഈ ചോദിക്കുന്നതല്ല നമ്മളിലേക്കാണ് തിരിച്ചെത്തുന്നത് എന്നാണല്ലോ ഈ ആത്മീയാചാര്യന്മാർ. എനിക്ക് അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഈ മറ്റേ ആരാധ്യനായ നമ്മുടെ അദ്ദേഹം സിനിമാ ഗാന രചയിത ബിജു തിരുമല അദ്ദേഹം എഴുതിയ ഹൃദയം ദേവാലയം എന്ന് പറയുന്നത്, മാനവ ഹൃദയം. അവിടെ നടപ്പന്തലില്ല, കൊടിമരമില്ല, വിഗ്രഹമില്ല, ഒന്നുമില്ല. പക്ഷെ ആ ചൈതന്യം ഉള്ളിലാണ്. ഹൃദയം ദേവാലയം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഈ കബീർദാസ്
സൂർദാസ് ഇങ്ങനെ ഹിന്ദിയിലെ പ്രാചീന കവികളിൽ കബീർദാസ് പറഞ്ഞൊരു സംഗതിയുണ്ട്. കസ്തൂരി മൃഗം തൻ്റെ നാഭിയിൽ തന്നെ കസ്തൂരി വെച്ചിട്ട് കസ്തൂരി മണക്കുന്നത് എവിടെയാന്ന് കസ്തൂരി അന്വേഷിക്കുന്ന പുറത്തൊക്കെ നടക്കുന്നത് പോലെ അല്ലേ. കസ്തൂരി അപ്പനെ നാഭിമേ രഹകർ ഇതർ ഉദർ കൂംതേ, ഇങ്ങനെ അവിടെ എവിടെയും സഞ്ചരിക്കുന്നു. കസ്തൂരി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതുപോലെയാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ്, ദേവാലയം ഉള്ളിലാണ്. നിങ്ങൾ ഈ ഉള്ളിലേക്ക് ഈശ്വരനെ നോക്കൂ. ആരും അകത്തോട്ട് നോക്കുന്നില്ല, എല്ലാം പുറത്തേക്കാണ് നോക്കുന്നത്. അതാണ് കണ്ണ് പുറത്തേക്കാണല്ലോ, അകക്കണ്ണില്ല. അവിടെയാണ് പ്രശ്നം വരിക. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് മറ്റൊരു സംഗതിയും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഗുരു ഔർ ഗോവിന്ദ് ദോനോ മേരെ സാമനെ ഖടേ ഹുയേ തോ സബ്സെ പഹലെ കിസ്കി ചരണവന്ദന കരൂ. അല്ലേ, ഗുരുവും ഗോവിന്ദനും, ഗുരു ആചാര്യനും ദൈവവും ഒന്നിച്ചു വന്ന് എൻ്റെ മുമ്പിൽ നിന്നാൽ ആദ്യം ഞാൻ ആരുടെ പാദങ്ങളിൽ നമിക്കും? ജറൂർ മേ ഗുരു കി ചരണവന്ദന കരൂ, ക്യോംകി ഉനോനെ മുझे ഈശ്വർ കോ ദിഖാ ദിയ. അല്ലേ, അദ്ദേഹമാണ് ദൈവത്തെ കാണിച്ചു തന്നത്, അതെല്ലാം പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ആചാര്യൻ ഇല്ലെങ്കിൽ എനിക്ക് ദൈവം ഏതാ അല്ലെങ്കിൽ അറിയില്ല. അപ്പോൾ ആ ഗുരുവിൻ്റെ പാദത്തിൽ നമസ്കരിക്കും. ഇത് രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈശ്വരൻ വേറെങ്ങുമല്ല, ഉള്ളിലാണ്. അങ്ങയുടെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ നന്നായി. അതായത് ഈ ഇങ്ങനെ ഉള്ളിലുള്ള അകത്തേക്ക് നോക്കുക. ഇതെല്ലാവരും പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഈ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും മറ്റ് ഈ എന്താ പറയുന്നത്, കോപം അല്ലെങ്കിൽ നിരാശ ഇതിനൊക്കെ പാത്രമാകുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. ഒരു ഏജിലുണ്ടാകുന്ന തിരിച്ചറിവില്ലായ്മ ശത്രുക്കൾ ഉണ്ടാക്കുന്നു, കോപം. അല്ല, ഏറ്റവും വലിയ മരുന്നും അതാണ്. റിയലൈസേഷൻ ഈസ് ദ ഫസ്റ്റ് മെഡിസിൻ ആൻഡ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇതാണല്ലോ വളരെയധികം ഒന്നാമത്തെ കാര്യം, ചിന്തിക്കാൻ സമയമില്ല, വായിക്കാൻ സമയമില്ല, മറ്റൊരാളെ കേൾക്കാൻ സമയമില്ല, മറ്റൊരാളെ അംഗീകരിക്കാൻ മനസ്സില്ല. ഇവിടെയൊക്കെയാണ് പരാജയങ്ങൾ വരിക. കറക്റ്റ്. അൾട്ടിമേറ്റ്ലി ദി സെൽഫ് റിയലൈസേഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെൽഫ് റിയലൈസേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു ഏജ് കഴിയണം, അല്ലെങ്കിൽ നല്ലൊരു ഗുരു അനുഭവങ്ങൾ ഉണ്ടാവണം. ഇനി ഗുരു ഉണ്ടെങ്കിലും ഗുരുവിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും. അതെ 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 ഇപ്പം കണ്ടില്ലേ വിദ്യാർത്ഥികളുടെ. അതെ 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 അതെ. എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അവരവരിൽ ഉള്ളിലുണ്ടാകുന്ന ഈശ്വരനെ, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറഞ്ഞതുപോലെ തിരിച്ചറിവുണ്ടാവട്ടെ. താങ്കൾ പറഞ്ഞ ഈ പറയുന്ന ശരീരം എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ, പൂർണ്ണ അർത്ഥങ്ങൾ, അതിൻ്റെ കൊടുത്തേക്കുന്ന വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, അതെല്ലാം ഉൾക്കൊണ്ട് സ്വന്തമായി തിരിച്ചറിഞ്ഞ് മുന്നിലേക്ക് ജീവിതം മുന്നോട്ട് പോട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.